ഈ രാജ്യത്ത് കൊണ്ടുവന്ന വകുപ്പ് നിയമം ആ ബില്ല് ഭേദഗതി നടത്തിയ സർക്കാർ നല്ല മനസ്സ് അവർക്ക് കൊടുക്കട്ടെ. 1206 ഡൽഹി രാജാക്കന്മാർ അന്ന് 1206 കൊണ്ടുവന്ന വകുപ്പ് ബില്ല് നിയമം ഏകദേശം 1000 കൊല്ലത്തിന്റെ മുകളിൽ നമ്മുടെ വഖഫ് നിയമം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട്. ഹബീബായ മുഹമ്മദ് തങ്ങൾക്കാണ് ആദ്യമായി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി നൽകിയ അതുപോലെ ആരും സംസാരിക്കരുത്, ഉള്ള മൈക്കിൽ സംസാരിക്കും, ആരും സംസാരിക്കരുത്. ഇൻഷാ അല്ലാഹ് വഖഫ് നിയമം ഈ രാജ്യത്ത് ഇത് ഏതെങ്കിലും ഒരു സംഘടനന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളുടെയോ അല്ല, ഒരു സമുദായം, മുസ്ലിം സമുദായത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ വഖഫ് അത് ആദ്യം ഏത് സ്ഥിതിയിലായിരുന്നോ അതേ സ്ഥിതിയിൽ വീണ്ടും കേന്ദ്ര സർക്കാർ അത് തിരിച്ചെടുക്കണമെന്ന് ഒന്നാമതായി അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ വഖഫ് എന്നുള്ള ആ സ്വത്ത് നമ്മുടെ കർണാടകയിൽ 6 ലക്ഷം ഏക്കർ സ്ഥലം 6 ലക്ഷം ഏക്കർ സ്ഥലം വഖഫ് ഭൂമിയായി നമ്മുടെ കർണാടക സ്റ്റേറ്റിലുണ്ട്. ഈ വഖഫ് എന്നുള്ളത് അത് വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നാമത്തിൽ വഖഫ് ചെയ്തത് നമ്മുടെ പൂർവീകന്മാരായ നേതാക്കൾ, ഈ രാജ്യത്തിന്റെ മുസ്ലിം ഭരണാധികാരികൾ അടക്കമുള്ള നേതാക്കൾ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, അതുപോലെ മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി, ആ ഭൂമി ഒരു അന്യായമായി കടന്നു പോകരുത്. അത് അർഹിക്കേണ്ട രീതിയിൽ തന്നെ മുസ്ലിമീങ്ങൾക്ക് തന്നെ അത് കിട്ടണം. അതിന് ഏത് അറ്റം വരെയും നിയമപരമായി പോരാടാൻ മുസ്ലിമീങ്ങൾ തയ്യാറാണ് എന്ന് നമ്മൾ അറിയിക്കുകയാണ്. നമുക്കിവിടെ ഒരാളോടും പ്രകോപനമോ ദേഷ്യമോ ഇല്ല. നമ്മുടെ സ്വത്താണ് വഖഫ് എന്നുള്ളത്. ആ വഖഫ് ഭൂമി ഞങ്ങളുടെ മരണം വരെ ഈ ഇന്ത്യ രാജ്യത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന്റെ യഥാർത്ഥ രൂപം ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്, കുറഞ്ഞ സമയമായതുകൊണ്ട് ಈ ವಕ್ಫ್ ಆಸ್ತಿ ಎಂಬುದು ಅದು ನಮ್ಮ ಸತ್ತಾಗಿದೆ, ಅದು ನಮಗೆ ಬೇಕು ಎಂಬ ಅತ್ಯುತ್ತಮವಾದ ಸಮನ್ವಯ ಸಮಿತಿಯ ಒಂದು ದೃಢವಾದ ಪತ್ರಿಕೆ ಇವತ್ತು ರಾಷ್ಟ್ರಪತಿಗೆ ಇಲ್ಲಿಂದ ಪಿಸಿಗೆ ಕೊಡ್ತದೆ, ಅದು ರಾಷ್ಟ್ರಪತಿಯಲ್ಲಿ ಕೈಯಲ್ಲಿ ತಲುಪುತ್ತದೆ. ಆ ರೀತಿಯಲ್ಲಿ ನಾವು ಕೊಡಗಿನ ಜನರು, ಕೊಡಗಿನ ಎಲ್ಲಾ ಮುಸಲ್ಮಾನರು, ಇದರಲ್ಲಿ ಸಂಘಟನೆ ಇಲ್ಲ, ಎಲ್ಲಾ ಮುಸಲ್ಮಾನರು ಒಗ್ಗಟ್ಟಾಗಿ ಇಲ್ಲಿ ಬಂದಿದೆ. ನಮ್ಮ ಮರಣ ಹೊಂದುವ ತನಕ ನಾವು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಮಾಡುತ್ತದೆ. ಇಲ್ಲಿ ವಕ್ಫ್ ಸತ್ತು ಇಲ್ಲಿ ಏರ್ಪೋರ್ಟ್ ಹೋಯಿತು, ಎಲ್ಲ ಕೆಲ ವ್ಯಕ್ತಿಗಳ ಕೈಗೆ ಹೋಗಿದೆ. ಇನ್ನು ನಮ್ಮ ವಕ್ಫ್ ಸತ್ತು ನಮ್ಮ ಇಂಡಿಯಾ ರಾಜ್ಯದಲ್ಲಿ, ಭಾರತದಲ್ಲಿ ವಕ್ಫ್ ಸತ್ತು ಬಾಕಿ ಮಾತ್ರ ಇದೆ. ಅದು ಕೂಡ ಕದಿಯಕ್ಕೆ ನಾವು ಬಿಡುವುದಿಲ್ಲ ಎಂದು
ಅವರ ಪ್ರಸ್ತಾವಿಸುತ್ತದೆ. ಅಲ್ಲಾಹ್ ನಮಗೆ ತೌಫೀಕ್ ನೀಡಲಿ. ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലാഹു അവർക്ക് ദർജ ഏറ്റി കൊടുക്കട്ടെ. അതേപോലെ സമസ്തയുടെ കീഴിൽ നമ്മൾ ഇവിടെ സുപ്രീം കോടതിയിലേക്ക് അതിന്റെ ഹർജി എത്തിയിട്ടുണ്ട്. അതുപോലെ സുൽത്താൻ ഉലമ എ.പി. ഉസ്താദ് അല്ലാഹു ആയുസ്സ് നൽകട്ടെ. ഉസ്താദ് അൽഹംദുലില്ലാഹ് അതിന്റെ ഹർജിയും സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കേസ് പരിഗണിക്കും വരെ, ആ കേസ് പരിഗണിച്ച് മുസ്ലിമീങ്ങൾക്ക് ഇവിടെ നീതി കിട്ടുന്നത് വരെ നാം അതിനു വേണ്ടി പോരാടുമെന്ന് അറിയിച്ചു. ഇൻഷാ അല്ലാഹ് ഇത് മാത്രമല്ല, നിങ്ങളുടെ ദുആ അതാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കി ആ എല്ലാവരും ഉൾക്കൊള്ളിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാമാണോ വന്നത് നമ്മുടെ കൊടക് ജില്ലയുടെ മുഴുവൻ മൂലമൂലകളിൽ നിന്ന് പിടിച്ച് നമ്മുടെ ഈ മടിക്കേരിയുടെ ആസ്ഥാനമായ മടിക്കേരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു അവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. ഈ വഖഫ് ബില്ല് പിൻവലിക്കുന്നത് വരെ നമ്മൾ ദുആ കൊണ്ടും ശാരീരികമായി മാനസികമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടൽ ഇവിടെ ഒരുമിച്ച് സ്വീകരിക്കണേ അല്ലാഹ്. ളാലിമീങ്ങളായ സുൽത്താനുകളെ കൊണ്ട് നേതാക്കളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ.